हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഇപ്പം 108+5 അന്നദാനമാണല്ലേ കൊടുക്കുന്നത്. അപ്പം 113 അന്നദാനം നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് ബിസി ആയി പോയി. പാക്കിങ്ങും എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആയി. പാക്കിംഗ് മെറ്റീരിയൽസ് കഴിഞ്ഞു. നമ്മുടെ അവിടെ ചെന്നൈയിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എല്ലാം സ്റ്റോക്ക് ഉണ്ടായേനെ. ഇതിപ്പം നമ്മൾ ഗുരുവായൂരായതുകൊണ്ടേ ഒരു എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ റെഡിയാക്കിയതല്ല. കൊടുക്കും ഈ ടോപ്പൊന്നും എടുത്ത രീതിയാ. ഒരു മിനിറ്റ് കേട്ടോ. വെള്ളം ചോറില്ല, ഇഡ്ഡലി സാമ്പാർ. ഇന്ന് ഇഡ്ഡലി സാമ്പാർ ചട്നി. ഹരേ കൃഷ്ണ. ഇന്ന് അന്നദാനം കൊടുക്കുന്നവരാരൊക്കെയാന്ന് വെച്ചാൽ ലളിത തിരുവോണം 11 എണ്ണം, ശാലിനി മനീഷ് 3, ഗോപിക സജീവ് 2, വൈഷ്ണവം അനിഴം 3, പവിത്ര മൂവാറ്റുപുഴ. അവരിവിടെ എല്ലാം പുറത്താണ്. ആ മാതാജി നമുക്ക് 53 എണ്ണം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. റോഷിമ ബാബുലാൽ കൊടുക്കും കൊടുക്കുമോളെ. ഒന്നിട്ട് വേണം, 2 എണ്ണം വേണം. ഇനി ഒരാൾ വരാനുണ്ട്. തരാം കൊടുക്കും. എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അവരോടൊക്കെ. എത്ര എണ്ണം വേണം ചേട്ടാ? എത്ര എണ്ണം വേണം? കൊടുത്തു. ആ ഇരിക്കത്. ആ ചേട്ടനെ എനിക്ക് അറിയാം ഓട്ടോക്കാരന്. എനക്ക് സാപ്പാടില്ല. ഇങ്ങ വാങ്ങണ്ട, വാങ്ങിക്കോങ്ക. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇഡ്ലി സാമ്പാർ ചട്നി തണ്ണി. കേരളയിൽ വന്നിട്ട് തമിഴ്നാട് സാപ്പാട്. താങ്ക്സുങ്ക, ரொம்ப താങ്ക്സുങ്ക. 2 വെള്ളം കൊടുത്തു. ശരി, താങ്ക്സ് അണ്ണ, ബൈ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് പവിത്രയുടെ പേരിൽ 53, റോഷിമ ബാബുലാൽ 5, ഉഷ സുരേഷ് 1, നിതിൻ ഉത്രം 11, സ്വാതി ചന്ദ്രൻ. അയ്യോ അതെത്ര എഴുതിയിട്ടില്ല, ക്ഷമിക്കണം കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. ഗോപിനാഥൻ, ലത, സരോജിനി, ജിതിൻ 7, കുഞ്ഞിപ്പെണ്ണ്, അരവിന്ദാക്ഷൻ 3, രാജേഷ് 5. ഹരേ കൃഷ്ണ. അതോ ആ അമ്മയ്ക്ക് കൊടുക്കുമോനെ. കൊടുത്തോ ചേട്ടാ? റൂമില്ലേ? ഇനി വേണോ? കൊടുത്തല്ലേ? റൂമില്ലേ? അല്ല റൂമില്ലേ? വിഷയുടെ നല്ല പനി. ഞാനിപ്പോ വന്നിട്ട് കൊണ്ടുപോകണം കേട്ടോ. ഞാൻ ഇനിയിപ്പോ പോയി വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എവിടെ ഏട്ടാ? ആളുണ്ടെങ്കിൽ വിളിക്കേട്ടാ. ഞാൻ എൻ്റെ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട്. ശരി. ഹരേ കൃഷ്ണ. ഇവിടെ ഒരു അപ്പാപ്പ ഇരിക്കുന്നു. ഇവിടെ ഒരു അപ്പാപ്പുണ്ട്. അവിടെ ഉണ്ട് ഒരു അപ്പാപ്പൻ. വിഷ്ണു നീ കൊണ്ട് കൊടുത്തിട്ട് വാ. വെള്ളം എടുത്തോ. അവിടെ ഒരു അപ്പാപ്പനുണ്ട്. അപ്പം ആ അപ്പാപ്പനെ കൊടുക്കാൻ വേണ്ടി പോയതാ. ഹരേ കൃഷ്ണ. ഇവിടെ 2 അമ്മാമ്മമാര്. ദിവ്യ ഇറങ്ങി കൊടുക്കോ മോനെ? അതാ ഫ്രണ്ടില്. ചേട്ടാ കുറച്ച് ഫ്രണ്ടിലോട്ട് എടുക്കാമോ മക്കളെ? അതുവഴി കയറിപ്പോടാ, ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടക്കൽ അന്നദാനം കൊടുക്കുമ്പോൾ ഒരു സന്തോഷം, അതൊന്ന് ഒരു വെറൈറ്റി സന്തോഷമാണ്.
നമ്മുടെ എക്കാലത്തെയും ആഗ്രഹവും സന്തോഷമാണ് അമ്പലത്തിൻ്റെ നടക്കിലൊക്കെ കൊടുക്കാമെന്ന് പറയുന്നത്. അമ്പലത്തിൽ ഒരുപാട് നല്ല ടേസ്റ്റി ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ, രക്ഷയില്ല. പക്ഷേ ഇവരൊക്കെ ഡെയിലി കുളിക്കുകയോ ഇല്ലേന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് അമ്പലത്തിൽ കയറാൻ പറ്റാത്തതേ അല്ലേ. കാരണം നമ്മുടെ ക്ഷേത്രം സുരക്ഷിതമായിരിക്കേണ്ടത് അല്ലെങ്കിൽ ശുദ്ധിയോടുകൂടി ഇരിക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഡെയിലി കുളിക്കാണ്ടും അവിടെയും ഇവിടെയൊക്കെ കിടന്നിട്ടും ഒക്കെ ആകുമ്പോഴേ അത് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള തെരുവിൽ കിടക്കുന്ന പുറത്തുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നു. അല്ലാണ്ട് വരുന്ന ഭക്തജനങ്ങളും ആൾക്കാർ, കുട്ടികൾ, നിരവധി ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊക്കെ ദേവസ്വം ബോർഡ് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഫുഡാണ്. ഞാനും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നുണ്ട്. നല്ല ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ല വ്രതശുദ്ധിയോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ക്ഷേത്രം പവിത്രമായിരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. ബാക്കി മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഒരുപാട് പോസിറ്റീവ് കമൻസ് വരും, നെഗറ്റീവ് കമൻസ് വരും, ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഏത് പ്രസ്ഥാനത്തെക്കുറിച്ചാണെങ്കിലും എന്ത് നന്മയുള്ള കാര്യത്തെക്കുറിച്ചാണെങ്കിലും രണ്ട് വിഭാഗം ആളുകളുണ്ടാവും. നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മൾ ഭഗവാനെ നോക്കുക, ഭഗവാനെ വൃത്തിയായിട്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, മാസമുറ എടുക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഡേറ്റിൻ്റെ ഒരു 5-6 ദിവസം മുമ്പേ വരാതിരിക്കുക. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ കയറുക, നോൺ വെജ് കഴിച്ചിട്ട് കയറാതിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം അല്ലേ. പിന്നെ കുളിച്ചിട്ടല്ലാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി പ്രവേശിക്കുമ്പോഴാണ് അതൊരു വൃത്തിയായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ അല്ലാതെ തെരുവിൽ കഴിയുന്ന കുറച്ച് വ്യക്തികൾക്കെല്ലാം ഇവിടെ 2 പേര്, ഒരമ്മ ആ പൂ കെട്ടണം. അവർക്ക് വേണമെന്ന് ചോദിച്ചു നോക്ക്. ഈ അപ്പാപ്പന് കൊടുക്കുക, സ്വാമി അപ്പാപ്പന് വേണോ നോക്കി. ഇഡ്ഡലി വേണോ നോക്കി. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നു ഇഡ്ഡലി. ചേട്ടൻ തരട്ടെ? കൊടുത്തോ. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്നു. ഇനി പുറത്ത് വിശപ്പുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും നമ്മൾ കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, വാങ്ങിക്കൂ 2 കൊടുത്തോ. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഒരു ബോക്സ് കാലിയായി. ഇന്ന് 113 ഇട്ട് എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. കാണുമോ അറിയില്ല, നിങ്ങൾക്ക് കാണുമോ? അത് കൊണ്ടുപോകുന്നുണ്ട്. എന്തോ അവിടെ 2 പേർക്ക് കൊടുത്തു. ചേട്ടാ ഇഡ്ഡലി ഇനി വേണ? ഇന്ന് നമ്മൾ 4-5 ഇഡ്ഡലിയും ചട്നിയും വെള്ളവും സാമ്പാറും എല്ലാം കൂടിയാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ പാക്കിംഗ് മെറ്റീരിയൽസ് ഒന്നും രക്ഷയില്ല കേട്ടോ. ഭയങ്കര റേറ്റ്, ഓട്ടോ എക്സ്പെൻസും എല്ലാം കൂടി നല്ലൊരു ഇതിലേക്ക് പോകുന്നുണ്ട്. എന്നാലും സാരമില്ല, നമ്മൾ കൊടുക്കന്നെ. ഹരേ കൃഷ്ണ. ആ ഇത് കഴിഞ്ഞോ മോളെ? ഒരെണ്ണം കൂടി എടുത്താൽ ഇതൊന്ന് മാറ്റിയിട്ട് വേറെ വെച്ചാൽ ഉപകാരമായി. ഈ ബോക്സ് കളഞ്ഞാലോ നമുക്ക് പൊട്ടി പാളീസായിട്ട്. അല്ല ഇത് നടക്കൂലേ, ഇനി പൊട്ടിയുണ്ട്, വെറുതെ സ്റ്റോക്ക് ഉണ്ട്. ചേട്ടാ ഈ ബോക്സ് എവിടെ കളയാം നമുക്ക്? പബ്ലിക്കിലല്ലാതെ ഈ ബോക്സ് എവിടെ ഇടാം? ആ അല്ലല്ല, ഈ ബോക്സ് കളയാനേ. ആ ബാക്കിൽ ഫുഡ് ഉണ്ടേ. ആ പുറത്ത് എവിടെയെങ്കിലും ഈ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തെ പബ്ലിക്കായിട്ട് ഇടണ്ട നമുക്ക്. അവിടെ കേട്ടോ, ഇനി അടുത്തത് ആരാ ഉള്ളത് നോക്കട്ടെ. ആ പാക്കിങ് ചെയ്ത് തീർന്നില്ല കേട്ടോ, അതുകൊണ്ടാ. 113 ഞങ്ങൾ ഇരുന്ന് പാക്ക് ചെയ്യാറുണ്ടല്ലോ. ആ പറ്റും. ഇവിടെ ആ പിന്നെ ഇതൊന്നും എടുക്കണോ? എന്നാലേ എനിക്ക് ലൈവ് ഇടാൻ പറ്റത്തുള്ളൂ. ചേട്ടാ ഇതൊന്നും എടുക്കാമോ? ഇതൊന്ന് മാറ്റാമോ ചേട്ടാ? ഇല്ല, അവിടെ ആ സൈഡിലൊന്ന് വെച്ചാൽ മതി. ഇത് ആ ടിന്ന് വെച്ചില്ല, അവർ കൊണ്ടുപോളും. കാർഡ്ബോർഡ് ബോക്സ് അല്ലേ? ആ വെക്കട്ടെ. വലിയ ബോക്സ് എന്നിട്ട് കൊടുത്തു ആവോ ഇവര്? ഒരു മിനിറ്റേ. ആ അവിടെ 2 പേർക്ക് കൊടുക്കാൻ പോയതാണ്. ഇല്ല, ഒന്ന് എടുത്തു തരും കേട്ടോ. ഇല്ല, ഒരെണ്ണം ഇങ്ങോട്ട് എടുത്ത് വെച്ച് തരുമോ? ഒരു ബോക്സ് കഴിഞ്ഞു. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടെയൊക്കെ നമ്മുടെ ഫുഡ്
ഇതൊക്കെ ഇങ്ങനെ എടുക്കാം കൈ കൊണ്ട്. എന്തേ എന്തേ അമ്മേ ഏത് ചേട്ടൻ്റെ അടുത്തേക്ക്? എന്താ പറയണ? നല്ല കാര്യങ്ങൾ എന്താ അച്ഛാ പറയണേ? എന്താ പറയണേ ഞങ്ങളുടെ ഗ്രൂപ്പിനോട്? ഓ വിഷന്ന് ആ കടയിൽ നിന്ന് ഒരു 20 രൂപ കടം പൊറോട്ട കമ്പനിയുണ്ട്. മനസ്സിൽ എൻ്റെ ഈ ഒരു കാര്യം സത്യത്തിൽ ആലോചിച്ചുകൊണ്ട് പോകില്ല. ഞാൻ ആരെടുത്ത് ഇങ്ങനെ കൈ നീട്ടുകയോ പൈസ വാങ്ങിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ പോയപ്പോഴാണ് എല്ലാം വന്നിട്ട് മോള് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൃഷ്ണൻ്റെ ആരുമാണ് നിങ്ങൾ എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് പറയണം, എന്നും പറയും. ഞാൻ പറയും അവർക്ക് ആയുസ്സും അവർക്ക് സമ്പത്തും ഇതുപോലത്തെ ഒരു സമ്പത്ത് കൃഷ്ണന് ഒരുപാട് രൂപ കൊടുത്താലും കൃഷ്ണന് ഇതാണ്. വിശക്കുന്നവർക്ക് നമ്മൾ ഈ മദ്യം സിഗരറ്റൊന്നും വലിക്കാത്ത ഒരാളാണ്. എന്നെ എല്ലാവർക്കും അറിയാം. ശബരിമലയ്ക്ക് ഇവിടെ നടന്നു പോകുന്ന ആളാണ്. ചെരുപ്പൊന്നും ഉപയോഗിക്കില്ല, ഇപ്പോഴും ഉപയോഗിക്കില്ല. ഒരു കാലില്ലല്ലേ? കാല് പൂർണ്ണമായിട്ട് ഈ കൈ സ്വാതന്ത്ര്യമില്ല. ബൈക്കിൽ വണ്ടി ഇടിച്ചതാണ്. വിഷ്ണുദാസ് എന്ന് പറഞ്ഞ ചാനലിലൊക്കെ കാണും. അമ്പലത്തിനെ കുറിച്ച് ശബരിമലയെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരാളാണ് റോഡിലൊക്കെ നിന്ന്. ചിലപ്പോൾ പ്രാന്ത് എന്ന് പറയുന്ന ആൾക്കാർ. എന്തായാലും നിങ്ങളുടെ ആ മുഖസ്തുതി നല്ലതായിരിക്കണം. ആ കൃഷ്ണൻ്റെ ഒരു ചായ കൊണ്ട് സമ്പത്ത് നല്ലതായിട്ട് സമ്പത്തിന് അലയാതിരിക്കട്ടെ. ആരോഗ്യിക്കുമ്പോൾ കണ്ണം കൊണ്ടുവരും. 2 ആയുസ് ആരോഗ്യം നല്ലതായിരിക്കും. 3 കുടുംബ സൗഖ്യം നല്ലതായിരിക്കും. അയൽ ശല്യം ഉണ്ടാവില്ല. നല്ലതായിട്ട് ഇരുന്നാൽ തുറന്ന് സംസാരിച്ചത് അയൽക്കാരെടുത്ത് ഒരു പുതിയ ഐഡിയയുള്ള കാര്യങ്ങൾ മാത്രം അവരുമായിട്ട് എത്തിക്കും. ബാക്കിയെല്ലാം നല്ലതായിട്ട് നിങ്ങൾക്ക് കൃഷ്ണൻ കൂടിയുണ്ട്. അത് ഓരോന്നായിട്ട് തന്നെ ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ തിരിഞ്ഞു. ഒരു മനുഷ്യന് കൊടുക്കൂല മറ്റൊരു സത്യം. എനിക്ക് കാരണം ഇത് എൻ്റെ മക്കൾ കൊണ്ടുവന്നാണെന്ന് ഞാൻ പറയും. ഹരേ കൃഷ്ണ അങ്ങനെ എന്നാ പറയും. ആരും വന്ന് ചോദിക്കേണ്ട തരത്തില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ പറയില്ല. പക്ഷെ ഞാൻ ഇത് തരത്തില്ല എന്ന് പറയും. ഇതൊക്കെ എൻ്റെ കൃഷ്ണൻ കേൾക്കാൻ വേണ്ടി പറയണ, സത്യസന്ധമായിട്ട് പറയണം. നിങ്ങൾ വിശ്വസിക്കണം. വെറുതെ സൗണ്ട് വന്നിട്ട് വെറുതെ ഒരു പോയി മാത്രമല്ല. ഇപ്പം ഞാൻ സംസാരിക്കാറില്ല. ഞാനിങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതെന്തോ കണ്ണൻ നീ പോടാ നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നണം. ശരി മക്കളെ, സന്തോഷം. എല്ലാത്തിനും കണ്ണം കൊടുക്കണം. ധൈര്യമായിട്ട് ജീവിതത്തിൽ ഇനി തോൽവി ഉണ്ടാവില്ല. ഞാനിവിടെ തന്നെ എപ്പോഴും ഹരേ കൃഷ്ണ. ഒരുപാട് സന്തോഷം. ഭഗവാൻ നൽകിയ ഒരു വലിയ വാക്കാണ്. ഗുരുവായൂർ മഞ്ജരീസിനെ കിഴക്കേ നടയിൽ വെച്ചിട്ട്, നമ്മുടെ മഞ്ജുളാലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഭഗവാൻ നൽകിയ വലിയ അനുഗ്രഹമാണത്. അദ്ദേഹമേ 20 രൂപ ഒരു കടയിൽ പോയിട്ട് കടം മേടിച്ചു അത്രേ. ആരോടും അങ്ങനെ കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് അങ്ങനെ പൈസ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടോ പോകാത്ത ഒരാളാണ്. ആ ചേട്ടന് കൊടുക്കും. വിളിക്ക് ആളെ വിളിക്കുക ആദ്യം. വിഷ്ണു ചേട്ടാ ഭക്ഷണം വാങ്ങിക്കോ. കഴിച്ച് ഇഡ്ഡലി വേണ്ടേ? വേണ്ട, വേണമെങ്കിൽ മേടിക്കും. അന്നേരേ അദ്ദേഹം 20 രൂപ വിശന്നപ്പം ആരോടോ അപ്പുറത്തെ കടയിൽ നിന്ന് കടം മേടിച്ചിട്ടേ പൊറോട്ട കമ്പനി പോയിട്ട് ഒരു പൊറോട്ട 1-2 പൊറോട്ട മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ കൃഷ്ണനോട് ഇങ്ങനെ പറയായിരുന്നു എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം തിരിയുമ്പോഴാണ് നമ്മൾ ഫുഡും കൊണ്ട് ചെന്നത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കൃഷ്ണൻ കൂടെയുണ്ട് നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നില്ല. ആയുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. കാരണം നിങ്ങൾ കൊടുക്കുന്നത് ഭക്ഷണമാണ്. എൻ്റെ മക്കൾ എനിക്ക് കൊണ്ടുതന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനിത് ആർക്കും കൊടുക്കില്ല. ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. ഇതാ അതിൻ്റെ മേളിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ സ്റ്റേജിൽ ചേട്ടാ, ആ സ്റ്റേജിൽ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മേളിൽ ഇച്ചിരി ബാക്കോട്ട് എടുത്തോ ചേട്ടാ. അയ്യോ, നമുക്കത് മതിയേ. എൻ്റെ മഞ്ജരീസിന് അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ശബരിമലയ്ക്ക് ശബരിമലയ്ക്ക് 14 വർഷമായിട്ട് നടന്നു പോകുന്ന ഒരു കാലില്ലാത്ത ഒരാളാണ്. അയ്യോ നാരായണ, ഇന്ന് അന്നദാനം കൊടുത്തവരുടെ ലക്ക് കണ്ടോ? അത് മാത്രമോ?
കിഴക്കേ നടയിൽ വെച്ചിട്ട് ത്രിസന്ധ്യ നേരത്താണ് ഈ പറഞ്ഞത്. ചേട്ടാ ഒന്ന് അങ്ങോട്ട് വെക്കാമോ വണ്ടി? അങ്ങോട്ട് ആ ഗ്യാപ്പിൽ വെച്ചാൽ എനിക്ക് ഇത് കിട്ടായിരുന്നു. അതോ ഈ ഗ്യാപ്പിൽ ഇട്ടോ ഏട്ടാ, ഈ ഗ്യാപ്പിൽ. ഭഗവാന്റെ കാരുണ്യം എന്നല്ലാതെ. നേരെ ഇട്ടോ. മതി. ഇങ്ങനെ വെച്ചു. ചേട്ടാ ഭക്ഷണം വാങ്ങിച്ചോളൂ, ദിവ്യ കൊടുക്കണം. ഇപ്പുറത്ത് വാ ദിവ്യ, ഞാൻ എടുത്തരാം. കാണും. ചേട്ടാ ഇപ്പുറത്തേട്ടാ, ഞാൻ അത് എടുത്തു കൊടുക്കണ്ട്. ഇതേട്ടാ ഇത് വാങ്ങിച്ചു. എന്താ മോളെ, ആ സ്റ്റേജിലൊക്കെ ഒത്തിരി പേര് കിടക്കുന്നുണ്ടല്ലേ, കണ്ടോ? അവിടേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ കിടക്കുന്നു. എന്താ വിഷ്ണു കൊടുക്ക്, വേഗം കൊടുക്കുക. അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് ഒരു കാരണവശാലും. പെട്ടെന്ന് കൊടുത്തേ. കുറേ ഉണ്ട് ഏട്ടാ, ഒത്തിരി കൊണ്ടുവന്നുണ്ട്, വാങ്ങിച്ചോളൂ. അവിടെയൊക്കെ കണ്ടോ ഒത്തിരി പേര് കിടക്കുന്നത്, അവർക്കെല്ലാം നമ്മൾ കൊടുക്കുക. പാവം. വേഗം വാങ്ങും വിഷ്ണു. ഇല്ല, അതെ ഒരെണ്ണം കൂടെ ചോദിച്ചല്ലോ. ഉണ്ട് ചോദിച്ചല്ലോ. ചേട്ടാ മതിയോ? ഒരാളൂടെ ഉണ്ടോ? അതെന്താ കൊണ്ടുക്കോളൂ. ഇതേ മോനെ അത് കൊടുത്തേ. വാങ്ങിക്കോ. ഇനി വേണോ ഏട്ടാ? വെള്ളം വാങ്ങിച്ചോ, വെള്ളം. വിഷ്ണു ഇതാ. അല്ല, ഒരാൾക്കും കൂടെ ഉണ്ടല്ലേ. മതിയാ വിഷ്ണു? സത്യം ഭഗവാൻ പറയിപ്പിച്ചു തന്നെയാ. അതിങ്ങനെ വെച്ചോ മോനെ. അയ്യോ എൻ്റെ കൃഷ്ണ, എൻ്റെ പൊന്നു വിളിച്ചിട്ടാ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി. ഇപ്പം ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് ദിവ്യ ഇങ്ങനെ ഒരു 100,000 ടെൻഷൻ പോകുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ. നമുക്കെന്നെ അറിഞ്ഞൂടാ നമ്മൾ ഏത് അവസ്ഥയിലാണ് ഈ ചെയ്ത് കൂട്ടണേന്നുള്ളത്. ഗുരുവായൂർ ഇത് ചേട്ടാ, അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നു. ഉണ്ടാരേലും ഉണ്ടോ ചേട്ടാ? മേടിച്ചോ, കൊടുത്തു. ഒന്നുകൂടെ കൊടുത്തോ. അതെ തരാം. ചേട്ടാ വാങ്ങിക്കോ. ഇഡ്ലി ഉണ്ട്. ഞങ്ങള് ഡെയിലി കൊടുക്കുന്നതാ. ഇത് അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടല്ലോ. വെള്ളം മതിയോ? ആണോ? അതെവിടെ? ആ ചേട്ടനോ? കൊടുത്തോ? കൊടുത്തു. ചേട്ടാ വെള്ളം ഇനി വേണോ? വെള്ളം വേണോ? ശരി. പാവം ഡ്രൈവർമാരാണെങ്കിലേ അവർക്ക് അവരുടേതായ ക്ഷീണവും തളർച്ചയും കാണും. അപ്പം അതിന് പോകാം. അത് കാരണം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. എന്താ പറയാ, ഒരു ഇതാ ഒരെണ്ണം കൂടി ആ ചേട്ടന്. ചേട്ടാ വിഷ്ണു ഈ ബോക്സ് ആ ഇടയ്ക്കൽ കൊണ്ടൊക്കെ കളയാനാണോ? കാരണം അത് ഇഡ്ഡലി കൊണ്ടുവന്ന ബോക്സാ, സ്മെല്ല് വരും നാളത്തേക്ക്. ആ ഗ്യാപ്പിൽ കൊണ്ടൊക്കെ അവിടെ നിന്ന് എടുക്കടാ. ചേട്ടാ ഒന്ന് ഇറങ്ങിയിട്ട് ഒരു ബോക്സ് എടുക്കണം ഏട്ടാ. എന്താ പറയാ, അത് ഒരു ബോക്സ് എടുത്തേ വിഷ്ണു ബാക്കിൽ നിന്ന്. എന്താ പറയുക, ഇഡ്ഡലി കൊണ്ടുവന്ന ബോക്സാണ്. അപ്പം അത് നാളത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി. ഇവിടെ ഉണ്ട് വെള്ളം. അപ്പം അത് കാരണേ നമുക്കത് കളയണം. ഇവിടെ എൻ്റെ മടിയിലോട്ട് വെച്ചു. ഇനി എത്ര ബോക്സ് ഉണ്ട്? 2 ബോക്സും കൂടി, ഇനി 3 ബോക്സ് ഉണ്ട് ഇനി. അപ്പം മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. എന്താ മോളെ? ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അയ്യോ, അപ്പം ഞങ്ങളിങ്ങനെ ഇന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്സ്. കാരണം കോൾസ് ഇങ്ങനെ മഞ്ചരീസിൽ തുരുതുരാ വരുന്നു. നമ്മളത് എടുത്ത് സംസാരിക്കാൻ നിന്നില്ലെങ്കിൽ അതിന് പരാതികൾ. ഒരു കയ്യിൽ പാക്കിംഗ് മെറ്റീരിയൽസ് എത്താനുള്ള ഡിലേ. അങ്ങനെ ഉള്ള പരിമിതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യ അങ്ങനെ പറയായിരുന്നു, എൻ്റെ പൊന്നമ്മു, നമ്മൾ ഈ പെടുന്ന പാടൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്നിട്ട് നമ്മളൊന്ന് കോൾ എടുത്തില്ലെങ്കിൽ അതൊരു പരാതിക്കെട്ടായിട്ട് ഇങ്ങനെ വെക്കും. എന്തൊക്കെയാ ചെയ്യാ? ലെറ്റടിച്ച് പോവല്,
എന്നിട്ട് അത് കംപ്ലൈൻറ്റ് പറയൽ. ഇവരറിയുന്നുണ്ടോ നമ്മൾ ഒരു നിമിഷം റെസ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന ബുദ്ധിമുട്ട്? അത് നമുക്കൊരു സന്തോഷമാണല്ലേ അമ്മു? ഞാൻ പറയാം, തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തന്നെയാണ്. ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലേ. ഇതേ ഒരു കാലില്ലാത്ത ചേട്ടൻ പോണു, അതിനെ കൊടുത്താൽ ഇപ്പം കൊടുത്തല്ലേ. അദ്ദേഹം ഇവിടെ എത്തിയോ അപ്പോഴേക്കും? അപ്പം നമ്മൾ നേരത്തെ ഫുഡ് കൊടുത്ത് നമ്മളെ അനുഗ്രഹിച്ച് പറഞ്ഞ ആ ചേട്ടൻ കണ്ടോ. അപ്പം കൊടുത്തു. അപ്പം അതൊക്കെ പറഞ്ഞ് കൊടുത്തു. അപ്പം അത് പറഞ്ഞ് ഞങ്ങളിങ്ങനെ, ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഭഗവാൻ കാണുന്നുണ്ട് ദിവ്യ, നമ്മളെ പോലെ നമ്മളെ അന്നദാനം ചെയ്യൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ഇത്രയും നല്ല വാക്കുകൾ. ഭഗവാൻ കാണുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം സ്ട്രെസ് സഹിച്ചിട്ടാണെന്നറിയോ? ചെന്നൈയിൽ നിന്നുള്ള വിളിക്ക് കണക്കില്ല. അവിടെ ഒരു വീട് അടച്ചിട്ടിട്ട് കോലം കെട്ട് കിടക്കുകയാണേ. ഫ്രിഡ്ജിലുള്ള പലതും ചീത്തയായി എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അവിടെ ചേച്ചിയും ഐശ്വര്യ ചേച്ചി അവരതൊക്കെ ക്ലീൻ ചെയ്യുന്നു. പാവം മനോട്ടം പോയി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നു. ഇതേ ഒരു ചേട്ടൻ ആണ്ടേ ഇവർക്ക് കൊടുക്കുക, ഇവർക്ക് നിർത്തേട്ടാ ആ കേക്കും കൊടുക്കുക. പിന്നിൽ പോയി കൊടുക്കും മോനെ. ബാക്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. ബാക്കിൽ വിഷ്ണു കൊടുത്തിട്ട് വാ ഒരെണ്ണം. ആ ചേട്ടന് കൊടുത്തിട്ട് വാ. ദിവ്യ ആ ചേച്ചിക്ക് ഒരെണ്ണം കൊടുത്തിട്ട് വാ. ആ മുല്ലപ്പൂ കെട്ടുന്ന ആ 2 പേർക്ക് ഓരോന്ന് കൊടുത്തിട്ട് വാ. എൻ്റെ മടിയിൽ നിറച്ചും ഫുഡാണേ. അത് കാരണം എനിക്ക് എഴുന്നേക്കാൻ പറ്റൂല. ഇതിൽ ലൈറ്റ് ഉണ്ടോ ഏട്ടാ? ഒന്ന് ഇടാമോ? ഓക്കെ. അത് കാരണം ഹരേ കൃഷ്ണ. അയ്യോ, മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ ഷെയറിംഗ് ആണ് പട്ടിണി പാവങ്ങൾക്ക് നമുക്ക് ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നത്. മാക്സിമം ഷെയർ ചെയ്യും. എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഷെയർ ചെയ്യും. കൊടുത്തു വരുന്നുണ്ട്. കൊടുത്തില്ലേ? കണ്ടില്ല, ചേച്ചിക്ക് കൊടുത്തു. ആണോ? ഒരു ചേട്ടൻ അപ്പുറത്തുണ്ടായിരുന്നു, നടന്നു പോയി കാണുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് കോഴിക്കോട്ടുകാരനായ അർജുൻ്റെ തിരോധാനം അതും ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട് ആ കുട്ടി എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്നും പറഞ്ഞിട്ട്. അതൊരു വല്ലാത്തൊരവസ്ഥയാണത്. ഇന്നേക്ക് 9 ദിവസമായിട്ട് ഒരു തോട്ട്സ് കണ്ടു. ഒരു മകനെ കാത്തിരിക്കുന്ന അച്ഛനും അച്ഛനെ കാത്തിരിക്കുന്ന മകനും. അതൊക്കെ കണ്ടപ്പം പിന്നെ അതിലേറെ വിഷമം. കാരണം നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പോൾ അവരെത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ജപവും പ്രാർത്ഥനയും ഒരു സൈഡ് പോകുന്നു. എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല. വേഗം തിരിച്ചു വരണേ. ഒരു നേരിയൊരു ശ്വാസമെങ്കിലും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മെഡിക്കൽ ബുള്ളറ്റിൻ ഭഗവാനും കൂടെ ചേർന്നാൽ അത് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അപ്പം അത് ഒരു സങ്കടമായിട്ട് തന്നെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കിടക്കുന്നു. അപ്പം അങ്ങനെ ഓരോ സെക്കൻഡ് സമയം കിട്ടുമ്പോഴും നമ്മളെടുത്ത് നോക്കുന്നത് ആദ്യം ചാനലിൻ്റെ ലൈവ് ടെലികാസ്റ്റിങ്ങും പിന്നെ എൻക്വയറിയാണ്. എന്തായി അവിടെ നിന്ന് വല്ല വിവരവും ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ ചാനലുമായി ബന്ധമുള്ള ഓരോരുത്തരെ വിളിച്ചിങ്ങനെ ചോദിക്കും. എന്തെങ്കിലും ന്യൂസ് അപ്ഡേഷൻസ് ഉണ്ടോ? അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ പോകുന്നൊരു സമയം ഒക്കെ നമുക്കൊരു വേദന തന്നെയല്ലേ. കാരണം നമുക്കൊപ്പം ഉള്ളവർക്കൊരു ആപത്ത് പറ്റുമ്പോൾ നമുക്കൊരു വേദന തന്നെ. പിന്നെ ആ ഒഴുക്കിൽ പെട്ടുപോയ ലക്ഷ്മൺ ചേട്ടനും ഫാമിലിയും. അങ്ങനെ ഇതെല്ലാം നമുക്കൊരു തരം സ്ട്രെസ്സാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു 3-4 ദിവസം ഒരു വല്ലാത്തൊരു സ്ട്രെസ്സാണ്. നോക്കാം, ആ പെൺകുട്ടി പാവം, അത് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ്. അതാണ് ഏറ്റവും ചെറിയ ഒരു കുഞ്ഞു മോനും ഒന്നും അറിയാത്ത ഒരു കുട്ടി. ആ പ്രായപ്പെട്ട അച്ഛൻ, അമ്മ, അവരുടെ സഹോദരികൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്തൊരവസ്ഥ. നെറ്റ്വർക്ക് ഇടയ്ക്ക് പോകുന്നതാണ്. ആ മാതാജി ജപിക്കൂ മാതാജി. പാവങ്ങളായിരിക്കുന്ന അവർക്ക് 9 ദിവസം ഒരു ഭർത്താവ് ഏതാണെന്നറിയാതെ കാത്തിരിക്കുന്ന ഭാര്യയുടെ അവസ്ഥയും മകൻ ഏതായെന്നറിയാതെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും അവരുടെ ഉറക്കമില്ലാത്ത രാത്രികളും. ഈ ഭക്ഷണം പോലും കഴിക്കാൻ അവർക്ക് ചിലപ്പോൾ സാധിക്കില്ല. കാരണം അവരുടെ മകൻ ഏതവസ്ഥയിൽ എവിടെയാണ് എന്നുള്ളതേ. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ്. ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ, ഭഗവാൻ രക്ഷിക്കട്ടെ. ആയുസ് ഉണ്ടെങ്കിൽ ഭഗവാൻ രക്ഷിക്കും, അത്രേ നമുക്ക് പറയാൻ പറ്റൂ. ഞങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചു അർജുന് വേണ്ടിയിട്ട്. എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. നിർണായക നിമിഷങ്ങളാണ്.
സത്യം ഭഗവാൻ രക്ഷപ്പെടുത്തണം. ഉണ്ടായിരിക്കും. കൊടുക്കും കൊടുക്കും. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലാണ് നമ്മൾ അന്നദാനം നടത്തുന്നത്. അതിനൊരു അനുഗ്രഹം ഭഗവാൻ നമുക്ക് തന്നു. അപ്പം കഴിഞ്ഞ എത്ര ദിവസമായി? 4 ദിവസമായില്ലേ? എത്ര ദിവസമായി നമ്മൾ നടത്തുന്നു? ഇന്ന് 3-ാമത്തെ അല്ലേ? 4 അല്ലേ? 3 മൂന്നാമത്തെ ദിവസത്തെ അന്നദാനമാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നടത്തുന്നത്. നമുക്കിങ്ങനെ നടത്താനാണ് ഇഷ്ടം. ഗുരുവായൂരപ്പാ കൊടുക്ക് മേടിക്കും. നാല് പേരാ? അറിയില്ല. 4 ഇന്ന് 3 ആയല്ലേ? അദ്ദേഹത്തിനൊക്കെ നമ്മൾ നേരത്തെ കൊടുക്കുന്നതായിരുന്നു. ആദ്യം പണ്ട് ഞാൻ ഗുരുവായൂരുണ്ടാകുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും കൊടുക്കും. കിട്ടി. ആ ആണല്ലേ? അല്ലല്ല, ഇത് വേറെ ആൾക്കാരാ. ചേട്ടാ വിളിച്ചു കൊടുക്ക. വാ. ഹലോ ആ പറയൂ സർ. ആ 500. ആ നമുക്ക് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ചെക്ക് ഇൻ, 3 മണിക്ക് ചെക്ക് ഔട്ട്. അതാ ഒരു 3 മണിയാകുമ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ടേ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ സമയമുണ്ട്. അതൊരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടായാലും കുഴപ്പമില്ല സർ. അതെ സർ. നമുക്ക് ഇല്ല സർ, നമുക്ക് ശനിയാഴ്ച ഫുള്ളായിപ്പോയി സർ. ഞാനേ കുറച്ച് കഴിയുമ്പോൾ സാറിനെ വിളിക്കാം ഈ നമ്പറിലോട്ട്. ഞാനൊന്ന് സാറുമായിട്ട് സംസാരിച്ച് നോക്കിയിട്ട് ഞാൻ സാറിനെ വിളിക്കട്ടെ. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട്. തെക്കേ നടയിലാണ് സർ. ഞാനൊരു മണിക്കൂർ കഴിയുമ്പോൾ സാറിനെ വിളിക്കാം. ഞാനിപ്പോൾ അന്നദാനം ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണേ. ഓ ശരി സാർ, ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു സർ. നോക്കി പോയിക്കോട്ടെ. നമ്മളവർക്ക് കൊടുത്തില്ലേ? ഇത് എത്ര എണ്ണം കൊടുത്ത് വിടാൻ? 5 എണ്ണം 6 എണ്ണം? ഓക്കെ. മേടിച്ചോണ്ട് പോകുന്നവരെ ഒരാൾ പട്ടണി ഇരിക്കുന്നതാണ്. തീർച്ചയായിട്ടും സർ. ഓക്കെ സർ, താങ്ക് യു സർ. നഗരസഭയിൽ നിന്ന് വന്നിട്ട് പറയാണേ ഒരു സാറ്.
ഫുഡ് ആവശ്യമുള്ളവർക്ക് മാത്രം ചോദിച്ചു കൊടുക്കണം. 6ൽ ഒരാൾ പട്ടിണി കിടക്കുകയാണ്. അപ്പം അത് വേസ്റ്റാക്കി കളയരുത്. ആവശ്യക്കാർക്ക് മാത്രം ചോദിച്ചു കൊടുക്കണം. ഫുഡ് കൊടുക്കുന്ന സമയത്ത് ചോദിക്കണം, വേണമെന്ന് ചോദിച്ചിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കണം. അവർ ആവശ്യമുള്ളവർ ചോദിച്ചു വരും. 6 പേരിൽ ഒരാൾ പട്ടിണി കിടക്കുകയാണ്. ചെയ്യുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കണം. അത് നല്ലൊരു അഡ്വൈസാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷനും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും വെച്ച് അദ്ദേഹം പറഞ്ഞത് നല്ല അഡ്വൈസാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ വണ്ടി എടുത്ത് അന്വേഷിച്ച് പോയി വേണമെന്ന് ചോദിച്ച് ആവശ്യമുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കൂല. ആവശ്യമുള്ളവരോട് നമ്മൾ വേണമെന്ന് ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇഡ്ഡലിയാന്ന് പറയും. ഒത്തിരി സന്തോഷമുണ്ട് നമ്മളുടെ അടുത്ത് ഇത്രയും നല്ല സഹകരണങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ. നഗരസഭയിൽ നിന്നൊക്കെ നമ്മളോട് അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട്. ശരിക്കും വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് പേരുടെ എന്താ പറയുക ഉപദേശങ്ങളും എല്ലാം കേട്ടിട്ടേ നമ്മൾ മുന്നോട്ട് പോകും. ഈ ചേട്ടന് വേണ്ടി വേണ്ട നമ്മൾ അങ്ങനെ കൊടുക്കും. നമ്മൾ വേസ്റ്റ് ചെയ്യൂല. വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തു പോയി ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ അന്വേഷിച്ച് പോയി കൊടുക്കുന്നത്. ഇഡ്ഡലിയും സാമ്പാറും വേണോന്ന്? വേണ്ട, ശരി. നമുക്ക് മമ്മിയൂരിൻ്റെ അങ്ങോട്ടൊക്കെ പോയാലോ ഏട്ടാ? എവിടേക്കാച്ചാ പോവാം? എവിടേക്കാണോ ആൾക്കാർ ഇരിക്കാം അവിടേക്കെല്ലാം പോവാം. അമ്പലത്തിൻ്റെ വാതിക്കലൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഭഗവാന്റെ കാരുണ്യമുണ്ട് അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന മതി, നമുക്ക് അത്രയും മതി. നമുക്ക് വേണ്ടത് മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ, ഉപദേശങ്ങൾ, സപ്പോർട്ടുകൾ, അതൊക്കെയാണ് വേണ്ടത്. എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ ഇഡ്ഡലിയാന്ന് പറയണേ. നമുക്ക് എന്നും ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ അല്ലേ അന്നദാനം കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം തന്നാൽ മതി. നമുക്ക് വേറെ ഒന്നും വേണ്ട. നമ്മൾ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിലോട്ട് കയറി കഴിക്കാൻ സാധിക്കാത്ത കുറേ പട്ടിണി പാവങ്ങളുണ്ട്. അവർക്ക് കൊടുത്താൽ മതി. അവരെന്താ ഏതാണെന്നൊന്നും നമുക്കറിയണം. അങ്ങനെയുള്ളവർക്ക് ഫുഡ് കൊടുക്കാനൊരു അനുഗ്രഹം അത്രയും മതി. എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറി കഴിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? സത്യം, ഉണ്ണിക്കണ്ണന് കൂടെയുണ്ട്. എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. ഇത് ഇവിടെ കുളിക്കാതെ ഒന്നും കയറാൻ പാടില്ല. അത് വേണ്ടത്, കുളിക്കാതെ ഒന്നും ക്ഷേത്രത്തിൽ കയറിയൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് 2 എണ്ണമാണോടാ? രണ്ടെണ്ണം കൊണ്ട് വിഷ്ണുവും ദിവ്യയും പോകുന്നുണ്ട്. 2 പേര്. ഇന്ന് ആരെങ്കിലും എനിക്ക് ട്രാൻസ്പോർട്ടേഷന് തന്ന് സഹായിക്കുമോ? എനിക്ക് അറിഞ്ഞുകൂടെ എത്രയാവുന്നു. നമുക്ക് അവിടെ എത്തുമ്പോൾ ചോദിക്കാം. ഇല്ല, പോയില്ല. അവിടെ കിടപ്പ. ഇനി പോകുമ്പോൾ മരുന്ന് മേടിക്കണം. വയ്യ ഒറ്റയ്ക്ക് പോകാനേ. അല്ല, ഇനിയിപ്പം ഒന്നും പറ്റിയില്ലെങ്കിലേ ഞാൻ ചെന്നിട്ട് കൊണ്ടുപോകും. ഹയാത്തിൽ കൊണ്ടുപോകാൻ ഓർത്തു. അതെ, നമ്മുടെ വിശ്വേട്ടന് പനി. ചെന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പാവം, അതവിടെ കിടക്കുക വയ്യാതെ. ഞാൻ ബിന്ദുമ്മയോട് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഞ്ഞി ഉണ്ടാക്കി ബിന്ദുമ്മ കൊടുക്കുമ്പോഴേക്ക് ഞാൻ അന്നദാനം കൊടുത്ത് അവിടെ എത്താമല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളല്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡൊക്കെ ചെക്കപ്പ് ചെയ്ത്. അങ്ങനെ ആരും ഇല്ലെന്നേ. അച്ഛനും ഇല്ല, അമ്മയില്ല, ആങ്ങളെയും ഇല്ല. ഒരു ഏട്ടനുണ്ട്. ഏട്ടൻ മരിച്ചുപോയി. ഏട്ടൻ്റെ 2 മക്കളെയും ഭാര്യയും നോക്കാൻ വേണ്ടി അദ്ദേഹം കല്യാണം കഴിക്കാതെ ജീവിക്കുക. കഴിഞ്ഞ ദിവസം കണ്ണിൻ്റെ അകത്ത് തീപ്പൊരി പാറി അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ അതെല്ലാം കൂടെ ഒന്ന് സെറ്റിലായി വന്നതാണ്. ഇപ്പം നല്ല പനിച്ച് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് അതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. സാരമില്ല,
അപ്പോൾ വേറെ ആരും ഇല്ല അതിന്. പകൽ സിബി ചേച്ചി വരും, അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചേച്ചി എന്നോട് പറഞ്ഞു, അമ്മ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ വരാം വീട്ടിൽ നിന്ന് പറഞ്ഞു. അമ്മ അയ്യോ പേടിച്ചു പോയി. പോവണ്ണേ അവിടെ നിന്ന് ആളെ പേടിപ്പിക്കാം. 2 കൈ മാത്രം വരുന്നുണ്ടേ. അപ്പൊ ഞാൻ ചോദിക്കണം അമ്മ ഫുഡ് വേണമെന്ന്. നമ്മുടെ ദിവ്യേ ഈ സൈഡിൽ കൂടെ വന്ന് 2 കൈ കാണിച്ചപ്പോൾ ഞാൻ ആലോചിക്കാം ഏതോ ആൾക്കാർ ഫുഡ് ചോദിച്ചു വന്നാന്ന്. അപ്പൊ ഞാൻ ചോദിക്കാം എന്താ അമ്മയെ ഫുഡ് വേണോന്ന് ചോദിക്കാൻ പോവാ. ഓ കൈ എന്നാൽ ഞങ്ങൾ എന്നും കൊടുക്കാറുണ്ട്. മാസത്തിലല്ല, ഞാൻ ചെന്നൈയിലാണ്. അപ്പം ഞങ്ങൾ അവിടെ 1.5 വെച്ച് കൊടുക്കും. ഗുരുവായൂർ വരുമ്പോൾ ഗുരുവായൂരും കൊടുക്കും. അതല്ലടേ, ഇവിടെ ഇപ്പുറത്ത് വന്നിട്ട് എന്നോട് പറയാം 2 കൈ കാണിച്ചപ്പോൾ ഞാൻ ഓർത്തു ഫുഡ് ചോദിച്ചു വന്ന ആരോ ആണെന്ന്. അത് ഞങ്ങൾ ഇന്ന് വൈകിട്ട് കൊടുക്കാമെന്ന് ഓർത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നും വിഷുവേട്ടൻ വിഷുവേട്ടൻ കൂട്ടത്തിൽ കൂടാറുണ്ട് പാക്ക് ചെയ്യാനേ. ഇന്ന് ആൾക്ക് പനിയായപ്പം പിന്നെ റൂം കൊടുക്കുന്ന തിരക്കിലായിപ്പോയി നമ്മൾ. ഗസ്റ്റ് വന്നപ്പോൾ റൂം കൊടുക്കാനും പിടിക്കാനും അത് കാരണം കുറച്ച് ബിസി ആയിപ്പോയി. എല്ലാം നോക്കണ്ടേ നമുക്ക് നോക്കണ്ടേ, അത് കാരണം. ഒരു മണം അതന്നെ, ഒരു മണം ചിക്കൻ. ഹരേ കൃഷ്ണ. മാക്സിമം ഷെയർ ചെയ്യൂട്ടോ, നമ്മുടെ ഈ ലൈവ് മാക്സിമം ഷെയർ ചെയ്യണേ. ആരുമില്ലല്ലോ. ഗുരുവായൂർ അതുകൊണ്ടേ ഒരു അപ്പാപ്പൻ നിൽക്കണോ ലോട്ടറി കടയിൽ. വേണമെന്ന് ചോദിച്ചിട്ട് കൊടുക്കട്ടെ മോനെ. ആ ചേട്ടന് ലോട്ടറിക്കാരനല്ല, ലോട്ടറി കടയിൽ നോക്കി നിൽക്കുന്ന അപ്പാപ്പന്. എന്താ ദിവ്യ കൊടുത്താ? ദാ മതിയോ? ഇപ്പൊ 4 നടക്കലും കൊടുക്കലേ? ഇനിയുണ്ട് ബാക്കിൽ 2 ബോക്സ്. 113 എണ്ണുണ്ട്. ഒരു ബോക്സും കൂടെ ഉള്ളൂ. വലിയ ബോക്സ് അല്ലേ? ഇനി നമുക്ക് വേറെ ഇടത്തേക്ക് പോവാം. കൊടുക്ക്. സാമ്പാർ എടുത്ത് കൊടുക്ക്. ഇതാ ഉണ്ടാ. ഓക്കെ. ആ ചേട്ടന് കൊടുക്ക്. ഇഡ്ഡലിയാണ്, ഇഡ്ഡലി. കൊടുക്ക്, ഫുഡ് കൊടുക്ക്. വേണ്ടെന്നാ, വെള്ളം മതിയെന്നാ. വെള്ളമാണ് ചോദിക്കുന്നത് വെള്ളം കൊടുക്കും, ഫുഡാണ് ചോദിക്കുന്നത് ഫുഡ് കൊടുക്കും. മാക്സിമം അന്നദാനം തരൂ കേട്ടോ, നമുക്ക് കൊടുക്കാം. അവിടെ ഒരു പായം നല്ല ആളില്ലേ? ഈ വഴിക്ക് ഉണ്ടാവില്ലല്ലോ. അങ്ങോട്ട് പോവാം, നമുക്ക് മമ്മിയൂര് വഴിക്ക് പോയിട്ട് പോവാം. നമ്മുടെ അന്നദാനം ഇഷ്ടമാണോ നിങ്ങൾക്ക്? എനിക്ക് ഇവിടെ മഞ്ചരീസ് മാത്രമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതല്ലേ? ഇല്ലല്ല, ഇവിടെ ഉണ്ട്. എത്ര ഉണ്ടല്ലോ അതിനകത്ത് 3 കൂടെ ഉണ്ട്.
ഹരേ കൃഷ്ണ. എല്ലാവരും ഒരു ശോകമൂകമാണല്ലോ. എന്ത് പറ്റി ലൈവിലെല്ലാവർക്കും? കിഴക്കേ നട, സോറി പടിഞ്ഞാറേ നട, കിഴക്കേ നട. അങ്ങോട്ട് പോകാവോ? ആ ഒരാള് വടിയും കുത്തി പോകുന്നു. ആളുടെ ഇത് നമ്മളോടത്തെ ഫുഡിൻ്റെ. ആ മോനെ, ഹലോ. ആ പറ പറ. ഞാൻ അന്നദാനം കൊടുത്തോണ്ടിരിക്കാം. എന്തേ? അന്നല്ല എന്നെ പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ആ ആയിക്കോട്ടെ, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും. ഞാൻ ഒന്ന് ലൈവ് തീർക്കട്ടെ. അങ്ങനെ പറയരുത് സഞ്ജു. ശരി, ഓക്കെ. ആ ശരി. അല്ലല്ല അതല്ല ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം നിന്നെ. ആ ഞാൻ എന്നിട്ട് വിളിക്കാം. ആ ശരി. ഇന്നത്തെ തെരച്ചിൽ നിർത്തിയിട അർജുന് വേണ്ടിയുള്ള കാർമേഘം കൂടി, മഴ അതിശക്തമായിരിക്കണം. എന്താ ചെയ്യാ? കേൾക്കുമ്പോഴാണ് ഈ ടെൻഷൻ. അമ്പലത്തിന്റെ വാതക്കിൽ ഉണ്ടാവില്ലേ ചേട്ടാ? എവിടെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. ഇല്ല, ആ ബിന്ദമ്മയുടെ ബാക്കി ഭാഗം തോന്നുന്നുണ്ട്. ബിന്ദമ്മ പോണ പോലെ. അയ്യോ, എന്റെ കൈ മാത്രമേ കണ്ടുള്ളൂ, എന്നെ കണ്ടില്ല. ഇത് വേണമാ നീ ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ ഇതിന് ലേറ്റ് ആയിട്ടില്ലായിരുന്നു. ഇനി ഒരു ബോക്സ് കൂടെ ഉണ്ട്. ഒരു ബോക്സ് കൂടെ ഉണ്ട്. റെയിൽവേടെ അങ്ങോട്ട് തന്നെ ഇപ്പൊ പോവും. പാലത്തൊക്കെ പോയി കിട്ടും. എത്ര കൈ വരായിരിക്കും. ഇവിടെ ആരും ഇല്ല. മമ്മിയൂരപ്പൻ്റെ ഗണപതി ചോദിക്കാം. മമ്മിയൂർ അവരോട് ചോദിച്ചു. എന്തേ? ഒരാൾ കഴിച്ചു. ഇതിലൊരു 3 എണ്ണം. അതിലില്ല, അതിലേക്ക് അറിയാം. ഇതിലൊരു 3 എണ്ണം.
ഭഗവാനെ, റെയിൽവേയുടെ അങ്ങോട്ട് പോയാലോ? റെയിൽവേയുടെ അവിടെ പോയാൽ കുറേ പാലത്തിന്റെ അടിയിലുണ്ടാവും ചേട്ടാ. പാലത്തിന്റെ അടിയിൽ, റെയിൽവേ പാലത്തിന്റെ അടിയിൽ. എന്ത് കൊടുക്കണ അവിടെ? അവിടെ കൊടുക്കാറില്ല. അവിടെ ഒരാൾ കിടക്കുന്നു, അവിടെ ഒരാൾ കിടക്കുന്നു. അതേണ്ട ഒരു അപ്പാപ്പ. ചേട്ടാ ഒരു മിനിറ്റ് നിർത്താമോ? ഒന്ന് തിരിക്കും ചേട്ടാ അങ്ങോട്ട്. ആ, ഒരു അപ്പാപ്പൻ കിടക്കുന്നുണ്ട്. ആ ഇവിടെ തന്നെ ഒരു അപ്പാപ്പൻ കിടക്കുന്നുണ്ട്. ആ പാപ്പനെ കൊടുത്തിട്ടോ. നിർത്തും. ചിലപ്പോ ഭക്ഷണം കിട്ടാതെ. ആ, അതിന് വേണമെന്ന് ചോദിച്ചു. പാവം, കഴിക്കട്ടെ. ഒന്നുകൂടെ വേണം. കണ്ടോ, അദ്ദേഹം കഴിക്കാൻ റെഡിയായി കിടന്നതാ. കാണിച്ചു തരാം. കണ്ടോ, ഫുഡ് കൊടുത്തപ്പം എഴുന്നേറ്റിരുന്ന് കഴിക്കുന്നത്. അത് വന്നോ? അവിടെ വേറെ ആളുണ്ടോ? കഷ്ടമല്ലടാ, നമ്മൾ കൊണ്ടക്കൊടുത്ത ഭക്ഷണം എങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ. ശരിയോ? പെണ്ണോ ആണോ? അതുകൊണ്ട് നിന്റെ ചങ്കായി. ചങ്കും കരളൊന്നും ആവണ്ട കേട്ടാ. എന്ത് ചോദിച്ചു നിന്റെ അടുത്ത്? എന്താ ചോദിച്ചേ? ഞാൻ ഫുഡ് കൊടുക്കുമ്പോ അവര് പാട്ട് പാടിയായിരുന്നു. അപ്പൊ ഞാൻ ഫുഡ് കൊടുത്തപ്പോ അവര് മെസ്സേജ് അയച്ചു. നാളെ അത് പറയും. ഒരു അപ്പാപ്പൻ. ചേട്ടാ ഒരു മിനിറ്റ്, ഒരു താടി നീട്ടി ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് ബാക്കില്. പോയതാ ഞാൻ പറഞ്ഞു. ഇവിടെ ഒരാളിരിക്കുന്നു. അവിടെ ചേട്ടാ ഒരാളിരിക്കുന്നു. അവിടെ വെയിറ്റിംഗ് ഷെഡിനകത്ത്. ഇവിടെയാ? ആ, ഇതാണ് പറഞ്ഞു. റൈറ്റ്. വേണം ചോദിക്കും. എടുക്കാമോ? വാങ്ങിച്ചു. വിഷ്ണു ആ, ഇതൊന്ന് അവിടെ മൂലക്കിലോട്ട് കൊണ്ടുവെക്കാൻ പറയാം. ഇതൊന്ന് അവിടെ മൂലക്കിൽ കൊണ്ട് ചെയ്യും. ഭക്ഷണം എടുക്കുക. അതൊന്നും ഇങ്ങോട്ട്. അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ, ഇനി വെള്ളം ഇവിടെ ഉണ്ട്. ഓ ജയ് ഹനുമാൻ, ജയ് ഹനുമാൻ. എടാ തിരിക്കണോ? ഹനുമാൻ കുടുങ്ങി. കാലിപ്പെട്ടി അല്ല, സാമ്പാറ ആണോ? ആ, ഇനി അടുത്ത ബോക്സ്. ഒരു ചേട്ടൻ വന്നു. ചേച്ചി 2 സാധനം അത് മതിയാവില്ല ഏട്ടാ, 4 ഇഡ്ഡലിയേ ഉള്ളൂ. ഇവനെ കൊണ്ട് ജയ് ഹനുമാൻ ഓടുന്നുണ്ട്. ജനങ്ങളെ കാണുമ്പോ അവരോർക്കും തല്ലാൻ വരുമല്ലോ. ദേണ്ട് ഓടി വരുന്ന ഹനുമാൻ. നീ ഓടിച്ചില്ല, തല്ലാൻ വരുമോ? അവിടെ മൊത്തം പാട്ടാവും. ആ പാട്ടാവും. അയ്യോ, 4803 പോയത് കണ്ടില്ലേ? 4803 പോയത് കണ്ടില്ലേ?
അമ്മയെ പോലത്തെ ഒരു സാധനം വിളിക്കുന്നത് ഞാൻ മൈൻഡാക്കില്ല. നമ്മളതെങ്ങനെ മനസ്സിലായി? ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലോ. ആളുണ്ടോ? നീ ആൾക്കാരെ പേടിപ്പിക്കരുത് വിഷ്ണു. ഇത് വേണോ? ആൾക്കാരെ പേടിപ്പിക്കരുത്. ചേട്ടാ ഭക്ഷണം വേണോ? ചീട്ടാ കേട്ടോ വിളിക്കണ്ട. സംഭവം മാറും. വേണ്ടേ ഇത് നിറച്ചും ഫുഡാ. ഇനി കാണിച്ചുതരാം. ഇതെല്ലാം കൊടുക്കണം. വെള്ളം മുഴയോ? ഇനി വെള്ളം ഇരിക്കട്ടോ അവിടെ? ഇതിലുണ്ടോ? യാത്രയുടെ ടിക്കറ്റ് കൺഫർമേഷൻ PNR വന്നുകൊണ്ടിരിക്കണല്ലോ. 12790 പാലക്കാട്, 790 പാലക്കാട്, 25 ജൂലൈ. PNR കൺഫേം ആയിട്ട് വരുന്ന ടിക്കറ്റ്സ്. കൺഫേംഡ് ട്രെയിൻ നമ്പർ 12 വരട്ടെ. ഗുരുവായൂർ നിന്നപ്പോൾ തിരുപ്പതിയപ്പനെ ഇഷ്ടപ്പെടുന്നില്ല. പോരെ അവിടെ തന്നെ കിടന്ന് കറങ്ങല്ലേ, ഇങ്ങോട്ടും വരാം. അതെ, സമയം കിട്ടിയാൽ നമുക്ക് ഇപ്രാവശ്യം തിരുപ്പതി കൊടുക്കണേ. കിട്ടും, സമയം കിട്ടും. കുറച്ച് ബാലൻസ് ഫുഡ് ഉണ്ടല്ലോ നമുക്ക്. അടുത്ത് തിരുപ്പതി കൊടുക്കാം. ഹരേ കൃഷ്ണ. എന്തോ ഇവിടെ ഉണ്ട് 25ന്റെ മേളിലുണ്ട്. ഇല്ല അവിടെ പോയാൽ അവരിന്നലെ ചോദിച്ചിരുന്നു നാളെയും കൊണ്ടുവരുമോ. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് കണ്ടിട്ട്? ബോറടിക്കുന്നുണ്ടോ കൃഷ്ണ? ഞങ്ങൾക്ക് നമ്മളവിടെ പറഞ്ഞ് ചെയ്യിച്ചതാ. ഏതാ? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്ന ചോദിച്ചപ്പോൾ ഹരേ കൃഷ്ണ. ഇല്ല, ആർക്കാ? ലാലി മാതാജിക്കില്ല. രാഘവൻ ഇല്ല, അമ്മ ഇല്ല. സൂപ്പർ.
ജയ് മാതാജി. ഇഡ്ഡലി ആണെന്ന് പറഞ്ഞു കൊടുക്കണേ. ആ ഉണ്ടാവും ഉണ്ടാവും, ഞങ്ങൾ എന്നും കൊടുക്കണേ ചേട്ടാ. ഇഡ്ഡലി സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ. ദാ ഇപ്പുറത്ത് വന്നോടാ നിങ്ങൾ, ഇപ്പുറത്ത് വന്നോ ദിവ്യ, ഇപ്പുറത്ത് വാ ദിവ്യ. ദിവ്യ ഈ സാമ്പാർ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടോക്കോ. ഒരാൾക്ക് ഒന്ന് കൊടുത്താൽ മതി. ആ സാമ്പാറുണ്ട്, അപ്പുറത്തുനിന്ന് വാങ്ങിക്കോ. വിഷ്ണു സാമ്പാർ അപ്പുറത്ത് അവിടെ എന്താ ചേട്ടാ അങ്ങോട്ട് വരുന്നുണ്ട് സാമ്പാർ എടുത്തിട്ട്. വരും. ചിലതിൽ ചട്നിയാണ്. തണ്ണി ബോട്ടിൽ ഇരിക്ക്. ആ അപ്പുറത്ത് കൊണ്ടുവാ. തണ്ണി അതും അങ്ങ് വാങ്ങിക്കോങ്ക. സാമ്പാറും അങ്ങ് വാങ്ങിക്കോങ്ക. ഇങ്ങ ഇഡ്ഡലി മട്ടും தான். ഇതിൽ ഇഡ്ഡലി ചട്നി ഇതാ മോനെ വിഷ്ണു. ഇതാ അവിടെ ചട്നി അതിലുണ്ട്. വെള്ളം അപ്പുറത്തുണ്ട് ഏട്ടാ, അപ്പുറത്ത്. ഇതാ ചേട്ടാ, ഇനി ആർക്കാ കിട്ടാത്തെ? ഫുഡ് വാങ്ങിച്ചോ? വെള്ളം ഇവിടെ കഴിഞ്ഞു. ഇനിയുണ്ടോ വിഷ്ണു? ആ ചേട്ടന്മാര് വരുന്നുണ്ട്, ചേട്ടൻ വരുന്നുണ്ട്. വെള്ളമില്ല, കഴിഞ്ഞു കേട്ടോ. ആണല്ലോ, തികഞ്ഞില്ല. മോനെ അവിടുന്ന് കൊടുക്ക, സാമ്പാർ കൊടുക്കുക. അവിടെ സാമ്പാർ അവിടെ ചേട്ടാ, അവിടെ സാമ്പാർ അവിടെ, ചട്നി അതിലുണ്ട്. വിഷ്ണു അതേ ആ ചേട്ടൻ വരുന്നത്, ആ ചേട്ടന് കൊടുക്ക്. ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട ചേട്ടാ ഇപ്പുറത്ത് വന്ന് വാങ്ങിക്കോ. ഇതോ അച്ഛനിതാ ചട്നി അതിലുണ്ട്. സാമ്പാർ കഴിഞ്ഞോ? ചട്നി ഉണ്ട് അതില്. സാമ്പാർ ചട്നി അതിന്റെ അകത്തുണ്ട്. ചട്നിയാണ് കേട്ടോ, ചട്നി അതിലുണ്ട്. വെള്ളം കൊടുത്തു, വെള്ളം കഴിഞ്ഞു. നാരായണ. ഇനി ചട്നിയും ഇഡ്ഡലിയാണ് കേട്ടോ, കഴിഞ്ഞു. സാമ്പാറും വെള്ളമൊക്കെ കഴിഞ്ഞു. കുറേ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം കഴിഞ്ഞു കേട്ടാ. ചട്നി ഉണ്ടായില്ലേ, ഞങ്ങൾ അധികം ഒഴിച്ചു. ഇതോ സാമ്പാർ തീർന്നപ്പോഴേ രണ്ട് തരം ചട്നി അതിലൊഴിച്ചു. ഒഴിച്ചു. ഇനി ആർക്കെങ്കിലും വേണ്ടി വരുമോ? ഇനി നമുക്ക് കൊടുത്താ കൊണ്ട് കൊടുക്കും. ഇനി രണ്ട് അയ്യോ വെള്ളം തീർന്നു കേട്ടാ. എക്സ്ട്രാ ഒക്കെ ഒത്തിരി വെള്ളം വാങ്ങിച്ചൂലേ ആൾക്കാര്. അപ്പുറത്തും കൊടുത്തില്ലേ വെള്ളം നമ്മൾ വരുമ്പോ തന്നെ. പിന്നെ ഇത് അടിയിലേക്ക് രണ്ട് തരം ചട്നി ഒഴിച്ചാണേ. സാമ്പാർ ഇല്ലാണ്ട് ആ മുളക് ചട്നി ഒഴിച്ചിട്ടുണ്ട്, വെള്ള ചട്നി ഒഴിച്ചിട്ടുണ്ട്. അതാണേ ഇത്. കഴിഞ്ഞു. വെള്ളം ഇല്ല, ഇനിയിപ്പം മതി, നമുക്ക് നാളത്തേക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ ആർക്കുണ്ട്? ഇനി ഇതിൽ 1 2 3 4 5 6 7 8 9 10 എണ്ണം, 11 എണ്ണം. അത് നമുക്കൊന്ന് റൗണ്ട് അല്ല, 2 തരം ചട്നിയുണ്ട് ഇതില്. 2 ഇല്ല ചേട്ടാ, ആരെങ്കിലും വരാനുണ്ടോ? ആരും ഇല്ല, എല്ലാവർക്കും ആയില്ലേ? ഓക്കെ. ഇവിടെ ഒരു 10-30 പേരെങ്കിലും കാണുമല്ലേ. ഡെയിലി നമ്മളിവിടെ വന്നു. അവർ പറയാണ് ഇവർക്കും കഴിഞ്ഞ ദിവസം എല്ലാവർക്കും കിട്ടി, ഭയങ്കര സന്തോഷമായി. ആണല്ലേ? അവർ കഴിക്കട്ടെ, നമുക്കൊരു സന്തോഷം. അവരെങ്ങനെ ഇരുന്നാലും ഏത് ഇരുന്നാലും നമ്മൾ കൊടുക്കണ ഭക്ഷണമല്ല, അവർ കഴിച്ചോട്ടെ. ഇന്നലെ എന്താ വരാതിരുന്നത്? ഇന്നലെ നമ്മൾ അപ്പുറത്തൊക്കെ കൊടുത്തല്ലേ. ഇന്നലെ കൊണ്ടുവന്നില്ല. എല്ലാവരും കഴിക്കട്ടെ.
10 ഭക്ഷണം കൂടി കൊടുക്കണം. വെള്ളമൊക്കെ തീർന്നു പോയി. വെള്ളം തീർന്ന് സാമ്പാർ കഴിഞ്ഞു. പക്ഷെ 2 തരം ചട്നി വന്നു. പോയി 2 തരം ചട്നി ഉണ്ടാക്കി. ലാസ്റ്റ് സാമ്പാർ 15 എണ്ണത്തിന് സാമ്പാർ തീർന്നപ്പം. ചെന്നൈയിലാണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം തേങ്ങാ ചട്നി മുളക് ചട്നി ആക്കി. ഒരു 10 എണ്ണം കൂടി നമുക്ക് കൊടുത്താൽ കഴിഞ്ഞു. 10 പേരെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരണം ആരൊക്കെയാണ് എന്നുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ ആരെങ്കിലും സഹായിക്കാമോ? ഇന്നലെ മെനയാന്നൊന്നും ട്രാൻസ്പോർട്ടേഷൻ വേണ്ട. ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ വേണം. ആരാ? അവിടെ 2 പേരുണ്ട്. ചേട്ടാ ഒന്ന് ബാക്കോട്ട് എടുക്കണേ. നേരത്തെ കൊടുത്തതാ? ഇന്നലൊക്കെ ഇവിടെ ഒക്കെ ആരൊക്കെ ഇരുന്നുണ്ടായില്ലേ? അങ്ങനെയൊന്നും. ഇതുകൊണ്ടേ ഒരു ചേട്ട ഇരിക്കുന്നു. ചേട്ടാ ഒന്ന് ഇവിടെ നിർത്തണേ. ഇഡ്ലിയും ചട്നിയാണെന്ന് പറയണേ. വിഷ്ണു കൊണ്ടുപോയി. ചെന്നൈ പോലെ നമുക്ക് അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് നിർത്താൻ കഴിയില്ല വണ്ടി. അതാണ് പലതും കാണുന്നത്. കൊടുത്താ ഇതാ ഇതും കയ്യിൽ വെക്കുക. അവിടെ ഇരിക്കുന്ന ചേട്ടാ വരുന്നുണ്ട്. കൊടുത്ത അവിടെ ആൾക്കാരുണ്ട്. അതാ ഇഡ്ലിയും ചട്നി എന്ന് പറയാട്ടോ. ഇഡ്ലിയും ചട്നിയാണെന്ന് പറയണേ. സാമ്പാറില്ല കേട്ടോ. ഇനി 2, 4, 6 ദിവ്യടയിൽ എത്ര ഉണ്ട്? 1 7 എണ്ണം അല്ല? 7 എണ്ണം കൂടി ഉണ്ട്. ഈ അപ്പാപ്പന് വേണ്ടി വേണ്ട. ആ ഇനി 7 എണ്ണം. വെള്ളമൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം കേട്ടോ. ഒരു 50 ബോട്ടിൽ വെള്ളം, 25 ബോട്ടിൽ വെള്ളം, അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്യാം കേട്ടോ. ആ അത് നമുക്ക് പോസ്റ്റർ ഇടാം. നമ്മൾ 100 വെറൈറ്റി പിക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 100 വെറൈറ്റി പിക്കിൾസ് മഞ്ചരീസിൻ്റെ ഉടനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ ഇതേ ഒരു അമ്മാമ്മയും ഒരു അപ്പാപ്പനും അവർക്ക് കൊണ്ട് കൊടുക്കും. ഇതാ ഒരു 5 എണ്ണം കൂടെ കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ 113 അന്നദാനം കഴിഞ്ഞു. ആർക്കാ? അല്ല എടുത്തു വെക്കാൻ ഇതെല്ലാം ഇനി 5 എണ്ണം. ഇനി 5 എണ്ണം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ആരെങ്കിലും ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് എത്രയാവുമെന്ന് ചോദിക്കാം ഈ ചേട്ടനോട് അവിടെ എത്തുമ്പോൾ. നമ്മൾ കർക്കിടക മാസത്തിലെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൊടുക്കുന്ന അന്നദാനമല്ലേ. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ ഒരുപാട് നന്ദി. ഈ വഴിക്ക് പോയാൽ ആരെയും കാണും കേട്ടാ. ആ ഈ റൈറ്റിലേക്ക് പോയാൽ ആരെങ്കിലും ഉണ്ടാവും? ഇല്ല, അത് കഴിയുമ്പോൾ നമ്മുടെ ഹോട്ടലായില്ലേ. അവിടെ ഉണ്ടാവുമായിരിക്കുമല്ലോ.
ഇല്ല, അത് നമ്മുടെ ഹോട്ടലല്ലേടാ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളിന്ന് 113 പേർക്ക് നമ്മളിന്ന് ഭക്ഷണം കൊടുത്തു. തെരുവിൽ കഴിതോ ഒരു ചേട്ടൻ, കൈയില്ലാത്തൊരു ചേട്ടൻ ആണോ. മഞ്ചരീസ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് 113 പേരാണ് തെരുവിൽ ഭക്ഷണം കഴിച്ചത്. 100ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമാണ്. നമ്മൾ 113 ഫുഡ് ഇന്ന് പാക്ക് ചെയ്ത് നമ്മളിന്ന് തെരുവിൽ കൊടുത്തു. ഭഗവാന്റെ കാരുണ്യം അല്ലേ, അനുഗ്രഹം. അതിനേക്കാൾ വലിയൊരു ആനന്ദവും സൗഭാഗ്യം എന്ത് വേണം? ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ കൊടുത്തു. ഫ്രണ്ടിലോട്ട് പോയാൽ ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് പോയാൽ ഇനിയും കിട്ടുമോ? അതെ, കൊടുത്തു കൊടുത്തു കൊടുത്തു. ഇവിടെ കൊടുത്തു. നമ്മൾ കൊടുത്ത ഭക്ഷണം ഓരോരുത്തർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഭഗവാന്റെ കിഴക്കേ നടക്കോ. ഇഡ്ഡലിയാന്ന് പറയണേ, ഇഡ്ഡലിയാണെന്ന് പറയണേ, ഇഡ്ഡലിയാന്ന് പറയൂ കേട്ടോ. ഇഡ്ഡലി ചട്നി. ഇഡ്ഡലിയും ചട്നിയാന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ദിവ്യ ആ ചേട്ടന് കൊണ്ടു കൊടുക്കും. ഇഡ്ഡലിയും ചട്നിയാണെന്ന് പറയും. അവിടെ ഒരു ചേട്ടനെ ഇരിക്കുന്നുണ്ട്. അമ്മ കൈ കൂക്കുന്നു വിഷ്ണുവിന്റെ നേരെ. പാവം. വെള്ളമില്ലാത്തൊരു അടിയായി പോയി നമുക്ക്. ഇനി 2 എണ്ണം കൂടി ഉണ്ട്. വെള്ളം നമുക്ക് നാളെ കുറച്ച് എടുക്കാം. നാളെ കുറച്ചധികം വെള്ളം എടുത്ത് വയ്ക്കാം. അതെ, 2 പേർക്കും കൂടി കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ അന്നദാനം കഴിഞ്ഞു. 113 പേരുടേതും കഴിഞ്ഞു. നമ്മളത് ബാക്കിലോട്ട് ഇടാൻ പറ്റും. കയറില്ല അവിടെ ഒരു ചേട്ടൻ. 2 പേര് ചേട്ടൻ മുന്നോട്ട് നേരെ എടുക്കും. നേരെ ഇവിടെ 2 പേരുണ്ട്. ഇതാ ഇവിടെ തന്നെ ഇത് അവർക്ക് കൊടുക്കും വിഷ്ണു. 2 പേർക്കുള്ളതേ ഉള്ളൂ. സാജേട്ടൻ കണ്ണൂര് പോയിരിക്കുക ചേച്ചി. ഏട്ടൻ എന്ത് പറയണേ? ഞാൻ ഗുരുവായൂരുണ്ടെന്ന് പറഞ്ഞാ കഴിഞ്ഞില്ലേ? വിഷ്ണു ഇത് ബാക്കോട്ട് വെച്ചോ. കഴിഞ്ഞു. ഞാൻ വിളിച്ച് പറയാം. ട്രാൻസ്പോർട്ടേഷൻ എത്രയാന്ന് ചോദിക്കട്ടെ കേട്ടോ. 1 മിനിറ്റ് ചേട്ടാ. നമ്മളവിടെ ഹോട്ടലിൽ ഇറങ്ങണമെങ്കിലേ ഇതുവരെ ഓടിയത് എത്ര രൂപയാവും? ഇറങ്ങണം. നമ്മളിപ്പോ കേറിയില്ലേ? നമ്മുടെ കഴിഞ്ഞു അച്ഛാ. ഇവിടെ 1 മിനിറ്റ് അച്ഛാ. അച്ഛാ 1 മിനിറ്റ് ഇരിക്കൂ, ഞാൻ വാങ്ങിയിട്ട് വരാം. എത്ര പേരുണ്ട്? 1 മിനിറ്റ് ചേട്ടാ, നിർത്തിക്കേ ചേട്ടാ.
ഇല്ലല്ല, അവർക്ക് കിട്ടിയില്ല. ഞാൻ വാങ്ങിയിട്ട് വരാം. ഒരു മിനിറ്റ് കേട്ടോ, നിർത്ത്. എത്ര പേരുണ്ട് ഇവിടെ കിട്ടാത്ത? എത്ര പേരുണ്ട്? ആർക്ക്? ഒരാൾക്കാണോ കിട്ടാത്ത? എത്ര പേരാന്നൊന്ന് പറയോ കിട്ടാത്ത? അവരോട് അടക്കെ ഒരു മിനിറ്റ്. പാവം. എത്ര പേരുണ്ട് അച്ഛ കിട്ടാത്ത? 2 പേരുണ്ട് അച്ഛ. ഞാനിപ്പോൾ വാങ്ങിയിട്ട് വരാം. അച്ഛൻ ഇവിടെ ഇരിക്കേ കേട്ടോ, പെട്ടെന്ന് വരാവേ. ചേട്ടാ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോവോ? ആര്യാസ് പോയി വാങ്ങിച്ചിട്ട് വരാം. വിഷ്ണു അവിടെ കയറിയിട്ടെ മസാല ദോശയോ ഇഡ്ഡലി എന്തെങ്കിലും പാർസൽ വാങ്ങിച്ചു ഒരു 2 എണ്ണം വാങ്ങിക്കും. ദിവ്യ ഇതിന് പൈസ എടുത്ത് കൊടുക്കും. ഒരു 4 പേർക്ക് കൊടുത്ത് 2 പേർക്ക് കൊടുക്കാൻ ഒരു സമാധാനം ഉണ്ടാകും. പാർസൽ ഉണ്ടാവും. ആ ചേട്ടൻ്റെ 2 മസാല ദോശ പാർസൽ തരാൻ പറയും. ചെല്ലേ, 2 പേർക്ക് കിട്ടിയില്ല. നമുക്കതൊരു വിഷമമാണ്. അപ്പം ഞാൻ ഇവരോട് പാർസൽ വാങ്ങാൻ പറഞ്ഞു. ഇവിടെ ആര്യാസ് ഹോട്ടലുണ്ട്. ആ 2 ഫുഡ് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയും. ലാസ്റ്റത്തെ 2 ഫുഡ് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടോ? ഏട്ടാ അപ്പം അവിടം വരെ പോകാൻ എത്ര രൂപയാവും ഏട്ടാ? അല്ലല്ല, ചേട്ടൻ പറയും എത്രയാന്ന്. അത് കുഴപ്പമില്ല. എന്നാലും അങ്ങനെയില്ല, ചേട്ടൻ ചെയ്ത ജോലിക്കുള്ള പറഞ്ഞോളൂ. എത്രയാന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയരുത് ഏട്ടാ, അങ്ങനെ പറയരുത്. അത് പറയരുത്. വൈഫൈ കട്ടായി. ബാഗിലാണ് ഫോണ്. മഞ്ജരീസിന്റെ ഫോണ്ടാ. വൈഫൈ കട്ടാവുന്നു. ദിവ്യ ബാഗും കൊണ്ട് പോയപ്പോഴേ ഏട്ടൻ തൃശ്ശൂരുണ്ടായിരുന്നു അല്ലേ? എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞിരുന്നു ഏട്ടൻ്റെ അടുത്ത് ഗുരുവായൂർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോണ്ട്, കോഴിക്കോട് പോയിട്ട് കണ്ടിട്ട് വരുന്നുണ്ട്. അമ്മ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കണേ, ലൈവിലാണേ. ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിക്കും കേട്ടോ മാതാജി, ഒന്നും കുഴപ്പമില്ല. ഞാനിപ്പം ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഏട്ടനെ ചെന്ന് കാണും. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഗുരുവായൂരുണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ വിളിച്ചപ്പോൾ ഏട്ടൻ തിയേറ്ററിലായിരുന്നു, എന്തോ സർജറി ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സർജറിക്ക് കയറാൻ പോവാണെന്ന് പറഞ്ഞു. ശരിയെന്നൊക്കെ പറഞ്ഞ് അന്ന് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പോകുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ കോഴിക്കോട്ടേക്ക് പോകണം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ ഏട്ടനെ കാണും. അവിടെ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടേ കൺസൾട്ടിങ്ങിന്. അപ്പോൾ അത് കാരണം ഫുൾ ബിസിയാണ്. ചോദിക്കട്ടെ എത്രയാണ് ചേട്ടാ? എന്നാലും പറയൂ എത്രയായി. അങ്ങനെ പറയല്ലേ ഏട്ടാ. ഏട്ടൻ ഏട്ടൻ ചെയ്ത് ജോലിക്കുള്ള ചേട്ടൻ പറയും ചേട്ടാ എത്രയാന്നുള്ളത് പറഞ്ഞു. ഒന്നും പ്രശ്നമില്ല, പറഞ്ഞോളൂ. അതൊന്നും കുഴപ്പമില്ല ഏട്ടാ, അതൊന്നും വിഷയമല്ല. ഏട്ടൻ പറഞ്ഞു എത്രയാന്ന് പറഞ്ഞോളൂ. കണക്കൂട്ടിയിട്ട് എത്രയാന്നുള്ളത് നോക്കിയിട്ട് പറയൂ. അല്ലല്ല പ്രശ്നമില്ല, ഇപ്പം പറയൂ. അവിടെ പോയിട്ട് ഇറങ്ങണമെങ്കിൽ എത്ര പൈസയാന്ന് പറഞ്ഞോളൂ. എത്ര വരും ഏട്ടാ? 300 രൂപ അല്ലേ? ആയിക്കോട്ടെ. അല്ല ചേട്ടൻ കറക്റ്റ് പറഞ്ഞോ, ഞാൻ തരാം, ഒന്നും പ്രശ്നമില്ല. 300 കറക്റ്റാണോ ചേട്ടാ? അല്ല എന്നാലും പറയൂ. മതിയോ? ചേട്ടൻ 300 പറയുന്നത്. ആരാണ് തരം? മോട്ടി ബിജു മാതാജിയാണോ? അദ്ദേഹം പറയുന്നു 300 രൂപ മതിയെന്ന് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ എനിക്ക് ഇട്ടാൽ മതി. ഇപ്പം നോർമലായിട്ടുണ്ടല്ലേ? സൂപ്പർ മാതാജി. ഭഗവാൻ ആ പ്രയാസം മാറ്റിത്തരും. ഇപ്പം മാതാജി ഓക്കെ അല്ലേ? എനിക്ക് അത് കേട്ടാൽ മതി. കാരണം നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കും സ്ത്രീകൾ ഇങ്ങനെ ഈ യൂട്രസ് സംബന്ധമായ അസുഖം വരുമ്പം. പക്ഷേ ഏട്ടൻ്റെ അടുത്ത് അത് ചെന്ന് കഴിഞ്ഞാൽ ഏട്ടനത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് അതിന് വേണ്ട മെഡിസിൻസ് തന്ന് നല്ല ഒരു നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. എൻ്റെ ബ്രദറായതുകൊണ്ട് പറയല്ല കേട്ടോ. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. ഓക്കെ. ഇവർ 2 പാർസൽ വാങ്ങുന്നുണ്ട് അവിടെ കൊടുക്കാൻ. ഞാൻ അതാ വെയിറ്റ് ചെയ്യുന്നത്. അതും കൂടി കൊടുത്തിട്ട് നമുക്ക് പോകാം.
താങ്ക് യു മോട്ടി ബിജു മാതാജി, താങ്ക് യു സോ മച്ച്. 300 അദ്ദേഹം ചോദിച്ചത്, അപ്പം 300 കൊടുക്കാം. താങ്ക് യു സോ മച്ച്. ഒരു കൊച്ചു പാട്ടും പാടി നടക്കുന്നുണ്ട്. രണ്ട് പാർസൽ എത്തട്ടെ, എന്നിട്ട് നമുക്ക് കൊടുക്കാം. ആ 2 പ്രായപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വിഷമം. വയസ്സായ 2 അച്ഛന്മാരെ ഭക്ഷണം കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ ഓടി വന്നു. അപ്പം നമ്മളത് ഇല്ല, അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ തീർന്നു പോയി. അപ്പം എനിക്കത് കൊടുക്കാതെ പോയാലേ രാത്രി മുഴുവൻ എൻ്റെ മനസ്സിൽ അതായിരിക്കും, അവരുടെ മുഖമായിരിക്കും. ഏട്ടൻ പെട്ടെന്ന് കുട്ടികളായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാവും. സഞ്ജുവിനെ വലിയ ഇഷ്ടമാണ്. സഞ്ജുവായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായിട്ട് എൻ്റെ നേരെ കുറ്റങ്ങളേ പറയും. ഇടോ താനെന്താണ്, താൻ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പറയന്നെ. കളിയാക്കി കൊന്നു കൊല വിളിക്കും. ബാക്കി മാതാജിക്ക് സാജേട്ടൻ്റെ അടുത്ത് കയറിയ കേൾക്കാം. അതിലും പോരും. ഇപ്പോൾ കഴിയും കേട്ടോ. നമുക്ക് 2 പാർസലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തീരും. ഇപ്പം കഴിയും. ആ 2 പേര് മഞ്ജരീസിൻ്റെ മുമ്പിൽ സാജേട്ടനായിട്ടോ ആ 2 ഫുഡും കൂടെ നമ്മൾ കൊടുത്തില്ലെങ്കിലേ വല്ലാത്തൊരു വിഷമം. നമുക്ക് അവരെ തന്നെ രാത്രി ഓർമ്മ വരും. ഞാൻ സാജേട്ടനെയും വിജയചേട്ടനെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി. അവരും പറയും നാട്ടിലേക്ക് വരണ്ട, നീ വരാതിരിക്കണേ നല്ലേന്ന് പറയും. എനിക്ക് ഒരു വിശേഷത്തിന് എത്താൻ പറ്റില്ല മാതാജി, ഓരോരോ ബിസി ഷെഡ്യൂൾ പോകുമ്പോൾ. ഇനി പ്രാവശ്യം വന്നാൽ ഞാൻ അവരെയൊക്കെ കണ്ടിട്ടേ തിരിച്ചു പോകും. ഗുരുവായൂരപ്പ ശരണം. താങ്ക് യു മോട്ടി ബിജു മാതാജി, ട്രാൻസ്പോർട്ടേഷന് സഹായിച്ചതിന്. നമ്മൾ ഫുഡ് കൊടുക്കുന്ന കണ്ടപ്പോഴേ ആ 2 അച്ഛന്മാർ ഓടി വന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ തീർന്നു പോയി. അപ്പം നമ്മളിങ്ങനെ കൊടുക്കാണ്ടില്ല, തീർന്നു എന്നും പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോവാം. പക്ഷെ അവർക്ക് ആ ഫുഡ് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലല്ലേ അവർ ഓടി വന്നത്. അപ്പം നമ്മളത് കൊടുക്കാതെ പോകുമ്പോഴേ എനിക്കതൊരു ഭയങ്കര ഫീൽ ചെയ്യും. രാത്രിയാകുമ്പോൾ അവരുടെ ആ മുഖം തന്നെ ഓർമ്മ വരും. അവരെ നോക്കാൻ മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കിങ്ങനെ നമ്മുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമുണ്ടോ? അപ്പം പിന്നെ വേഗം കൊടുക്കാലോ. 2 എണ്ണമായിട്ട് വരുന്നുണ്ട്. 2 എണ്ണം മേടിച്ച മോനെ. 2 മസാല ദോശയല്ലേ? ഓക്കെ, വരും, കയറിക്കോ. അവൻ കൂടെ മേടിച്ചു കൊടുത്ത ഒരു സമാധാനം. ആ ഓരോ പൊതിയായിട്ട് 2 എണ്ണം അങ്ങ് കൊടുക്കും. ആ ഇവിടെ റേറ്റ് കൂടുതലാണ്. സാരമില്ല, എന്നാലും പോട്ടെ. 10 റുപ്യ അധികം ആയാലും നമ്മുടെ ഒപ്പം ഉള്ളവരല്ലേ. നമ്മൾ ഇത്രയും പേര് കഴിക്കുമ്പോൾ ആ അവിടെ 3 പേര് കഴിച്ചിട്ട് 2 പേര് നോക്കിയിരിക്കുമ്പോഴേ അത് കൊടുക്കാണ്ട് വന്നാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. രാത്രിയിൽ ആ അച്ഛന്മാർ കാത്തിരിക്കുന്നുണ്ടോ. വരൂ അച്ഛാ, വാ കൊടുക്കും കൊടുക്കും. ആ കൊടുത്തു കൊടുത്തു. ഓ കഴിച്ചോ കൊടുക്കും മോനെ. അങ്ങനെ തന്നെ കൊടുത്തു. കവറ് ഹരേ കൃഷ്ണ. ആ പോവാ. സാമ്പാറാണ് ഏട്ടാ, സാമ്പാറും മസാല ദോശയും കഴിച്ചോളൂ. ആ 1 എണ്ണം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 എണ്ണം വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ കറക്റ്റ് ആയില്ലേ. അദ്ദേഹം വന്ന് ചോദിച്ചു. അതെ അതെ, ഭഗവാൻ അറിയാം, ഒരാളും കൂടി തേടി വരും നിങ്ങളുടെ മുമ്പിൽ നിന്ന്. അപ്പോൾ 1 എണ്ണം മതി എന്ന് പറഞ്ഞിട്ട് വിഷുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് മാതാജി. 1 എണ്ണം പറഞ്ഞിട്ട് നമ്മൾ 2 എണ്ണം വാങ്ങിച്ചു. ആ
2 വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ 115 ഫുഡല്ലേ. ഇന്ന് തെരുവിൽ 115 പേര് മഞ്ചരീസിലൂടെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാണ്. അവസാനം 2 പേര് കൈനീട്ടി, അവർക്ക് ഒരാൾ കൈനീട്ടി, അവർക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 വാങ്ങിച്ചു. അങ്ങനെ ആ 2 പേർക്കും ഉള്ളത് കൊടുത്തു. സന്തോഷം, സമാധാനം. ഇന്ന് മഞ്ചരീസിലൂടെ അന്നം വിളമ്പിയ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയാണ്. ഏറ്റവും കൂടുതൽ കൊടുത്തല്ലേ. ഒരുപാട് നന്ദി. എന്നും അതെ എന്നും ഇങ്ങനെ കൊടുക്കാൻ പറ്റണേ. ഇനി നാളത്തേക്ക് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളത്തേക്ക് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ എത്ര അന്നദാനം വേണമെങ്കിലും തെരുവിൽ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങളുടെ ഒരു ചെറിയ സപ്പോർട്ട് എനിക്ക് ഉണ്ടായാൽ മതി. ഓരോരുത്തരൊരു അതെ, അവർ ചോദിക്കുക ഞങ്ങളോട് ഭക്ഷണം കൊണ്ട്, അപ്പോൾ എന്താ ഇന്നലെ വരാതിരുന്നേന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ വിഷമമാണ്. ഇവിടുത്തെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ പോകാൻ നേരം അവിടെ ചെല്ലുമ്പോൾ അവർ എവിടെയായിരുന്നു നിങ്ങൾ, ഞങ്ങൾ എത്ര ദിവസം കാത്തിരുന്നു, എന്താ വരാത്തേന്ന് ചോദിച്ചിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അപ്പം മാക്സിമം നിങ്ങൾ അന്നദാനം കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യണേ. ഞാനത് മാത്രമേ യാചിക്കുന്നുള്ളൂ. അന്നദാനത്തിനൊരു ചെറിയ തുക നമുക്ക് തരണേ. അപ്പം നമ്മളത് പുറത്ത് ഭക്ഷണമായിട്ട് കൊടുത്തേക്കാം, വെള്ളവും ഭക്ഷണമായിട്ടും. ഹരേ കൃഷ്ണ. എല്ലാവരും മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പൗർണപുരേഷൻ കി ജയ്. കൊടുക്കാം മാതാജി. ഇനിയിപ്പം ഞാൻ ചെന്നിട്ട് വിശ്വേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ. അടുത്ത ടാസ്ക് അതാണ്. ഓക്കെ. ഹരേ കൃഷ്ണ.